നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽസ 3 കപ്പൽ അപകടത്തിൽ കേസെടുത്ത് കേരളം. കപ്പൽ അപകടത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. MSC എൽസ 3 കണ്ടെയ്നർ കപ്പൽ ഉടമയാണ് 1-ാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതിയും ഷിപ്പിംഗ് ക്രൂ 3-ാം പ്രതിയുമായാണ് കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തു എന്ന നിലയിലാണ് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ. എന്നാൽ സർക്കാരുകളുടെ ഈ നിലപാടിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെയാണ് നടപടി. തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 3 തൊഴിലാളികൾ മരിച്ചു. 2 സ്ത്രീകളും 1 പുരുഷനുമാണ് അപകടത്തിൽ മരിച്ചത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വിരുദുനഗറിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് 30ഓളം മുറികളിലായിട്ടാണ് ഇവിടെ പടക്കം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. രാവിലെ തൊഴിലാളികൾ ജോലിക്കായി എത്തിയപ്പോഴായിരുന്നു താഴത്തെ നിലയിലെ മുറിയിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ഈ മുറി പൂർണ്ണമായും അപകടത്തിൽ തകർന്നു. സ്ഥലത്ത് കളക്ടർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനുള്ള പടക്ക നിർമ്മാണ സ്ഥാപനമാണിത്. സംഭവത്തിൽ കരിയപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിൽ റാഗിംഗ്. ചെന്നിത്തലയിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് +1 വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ 8-ാം ക്ലാസ്സുകാരനെയാണ് തിങ്കളാഴ്ച രാത്രി ഹോസ്റ്റലിൽ വെച്ച് 6 +1 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് കുട്ടിയുടെ പിതാവ് മാന്നാർ പോലീസിൽ പരാതി നൽകി. അതേസമയം 8-ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് തന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയതെന്നാണ് മർദ്ദനമേറ്റ കുട്ടി പറഞ്ഞത്. ഹോസ്റ്റൽ റൂമിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ തന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറയുന്നു. ഇതിനു മുൻപും സ്കൂളിൽ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നും തന്റെ കൂട്ടുകാരെയും ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്നും 8-ാം ക്ലാസ്സുകാരൻ വെളിപ്പെടുത്തി. വൻ ബാങ്ക് കവർച്ച. ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് തട്ടിയെടുത്തു. കോഴിക്കോട് പന്തീരങ്കാവിലാണ് സംഭവം. സ്കൂട്ടറിലെത്തിയ സംഘമാണ് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കവർന്നെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. സ്വകാര്യ ബാങ്കിലെ സ്റ്റാഫായ അരവിന്ദ് എന്നയാളുടെ കയ്യിൽ നിന്ന് പണമടങ്ങുന്ന കറുത്ത നിറത്തിലുള്ള ബാഗ് തട്ടിയെടുക്കുകയായിരുന്നു. രാമനാട്ടുകര പന്തീരങ്കാവ് റോഡിൽ നിന്ന് മാങ്കാവിലേക്കുള്ള റോഡിൽ വെച്ച് ഷിബിൻലാൽ എന്നയാളാണ് തട്ടിപ്പറിച്ച് കറുത്ത ജൂപ്പിറ്റർ വാഹനത്തിൽ കയറിപ്പോയത്. ഇയാൾ കറുത്ത നിറമടങ്ങിയ ടീഷർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. വാഹനത്തിൽ കയറുമ്പോൾ മഞ്ഞ റെയിൻകോട്ടും ധരിച്ചിരുന്നതായി പോലീസ് പറയുന്നു.